വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCRT ചാപ്റ്റേഴ്സാണ്. നമ്മൾ SCRT ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ സയൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലും SCRT നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അതുപോലെ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടിരുന്ന SCRT പാഠഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വൈദ്യുതിയുടെ ലോകം എന്നാണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ കറണ്ട് പോയി ഒന്നും കാണുന്നില്ല. അപ്പോൾ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ പോരെ മുത്തച്ഛാന്നൊക്കെ ചോദിച്ച ഒരു സന്ദർഭം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? മെഴുകുതിരി ഉപയോഗിക്കും അല്ലേ. മെഴുകുതിരി ഉപയോഗിക്കും. അതുപോലെ തന്നെ എമർജൻസി ലാമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കുകയാണ് എന്ത് ചെയ്യാറ്? കറണ്ട് ഇല്ലാതിരിക്കുമ്പോൾ ചെയ്യാറുള്ളത് അല്ലേ. വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ല? അതൊരു സംവിധാനമാണെന്ന് പറയുന്നത് എമർജൻസി ലാമ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു എമർജൻസി ലാമ്പ് തയ്യാറാക്കാനായിട്ട് പറയുന്നുണ്ട്. എമർജൻസി ലാമ്പ് തയ്യാറാക്കുന്നതിനുള്ള സാമഗ്രികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സാമഗ്രികൾ എന്തൊക്കെ എമർജൻസി ലാമ്പ് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ സാമഗ്രികൾ ആവശ്യം വരും? ഒരു ഫ്രെയിം വേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ ഒരു ബാറ്ററി വേണം അല്ലേ. ചാർജ് ചെയ്യാനായിട്ട് ഒരു ബാറ്ററി ഉണ്ടാവണം. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ്? വയർ വേണം, സ്വിച്ച് വേണം, LED മൊഡ്യൂൾസ് ഒക്കെ വേണം അല്ലേ. അപ്പം LED വേണം. അതുപോലെ തന്നെ സ്വിച്ച്, വയറൊക്കെ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഇനി വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണ് അല്ലേ. നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജ്ജ രൂപമാണ്. മറ്റു പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത് അല്ലേ. മറ്റു പല ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാനായിട്ട് പറ്റും. വൈദ്യുതി നമുക്കറിയാം അല്ലേ. നമ്മൾ ഒരു ഫാൻ ഇടാണെന്നുണ്ടെങ്കിൽ ഈ വൈദ്യുതി ഊർജ്ജം നമ്മൾ എന്തായിട്ട് മാറുന്നുണ്ട്? അതെന്ന് പറയുന്നത് ഫാൻ കറങ്ങുമ്പോൾ എന്തായിട്ട് മാറും? യാന്ത്രിക ഊർജ്ജമായിട്ട് മാറും അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ലൈറ്റ് കത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വൈദ്യുതി ഊർജ്ജം എന്നുള്ളത് എന്തായിട്ട് മാറും? പ്രകാശോർജ്ജമായി മാറുന്നുണ്ട്. അങ്ങനെ പല ഊർജ്ജ രൂപങ്ങളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഓക്കെ. വൈദ്യുതോർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കാം. വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? അതുപോലെ തന്നെ നോക്കിയൊക്കെ ഇവിടെ നമുക്ക് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഇവ ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ആവശ്യമാണ്. എവിടെ നിന്നാണ്? നമുക്ക് ബാറ്ററിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്രോതസ്സുകളിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്? വൈദ്യുതി ലഭിക്കുന്നത് അല്ലേ. വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളിലെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ബാറ്ററി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് നൽകിയിട്ടുണ്ട്. സോളാർ പാനലുകളൊക്കെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെയാണ് വൈദ്യുതി ലഭിക്കുന്നത്. വൈദ്യുതി സ്രോതസ്സുകൾ: വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകാവുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ? വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. വൈദ്യുത സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് എന്ന് പറയുന്നത് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അല്ലേ. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ഈ വൈദ്യുത സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെല്ല് എന്ന് പറയുന്നത്? എന്താണ്? രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനത്തെയാണ് എന്ന് പറയുന്നത് സെല്ലുകൾ എന്ന് പറയുന്നത് അല്ലേ. വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് സംഭരിച്ചിട്ടുണ്ട്. ബാറ്ററിയിലൊക്കെ എങ്ങനെയാണ്? വൈദ്യുതോർജ്ജം എന്താണ്? രാസോർജ്ജമായിട്ടാണ് സംഭരിച്ചിരിക്കുന്നത്. നാം ഉപയോഗിക്കുമ്പോൾ ഈ രാസോർജ്ജം എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായിട്ട് മാറും. അപ്പോൾ ബാറ്ററികളിലൊക്കെ എന്താണ്? രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. ബാറ്ററികളിലൊക്കെ എന്താണ്? രാസോർജ്ജമാണ് അല്ലേ. രാസോർജ്ജമായിട്ടാണ് ഈ വൈദ്യുതി സംഭരിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി നോക്കിയ സെല്ലും ബാറ്ററി നൽകിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിന്. സെല്ലെന്നും ബാറ്ററി എന്നും കണ്ടില്ല. എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയ ഒരു പിക്ചറിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ചിത്രം 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ല് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരുന്ന ഒരു ബാറ്ററി നൽകിയിട്ടുണ്ട് അല്ലേ. അതായത് ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായിട്ട് ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനത്തെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒന്നിലധികം സെല്ലുകൾ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനത്തെയാണെന്ന് പറയുന്നത് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ സെല്ല് നൽകിയിട്ടുണ്ട്, ബാറ്ററി നൽകിയിട്ടുണ്ട്. സെല്ലെന്ന് വെച്ചാൽ എന്താണ്? ഒരു സെല്ല് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഇതിൽ. പക്ഷേ ഈ സെല്ലുകളെല്ലാം കൂടി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ബാറ്ററി ആക്കാനായിട്ട് പറ്റും.
ഓക്കെ. ഈ പിക്ചറിൽ തന്നിട്ടുണ്ടല്ലോ. ഈ 3 എണ്ണത്തിൽ നിന്നും നമുക്ക് വൈദ്യുതി ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസും മൈനസാണ് യോജിപ്പിച്ചേക്കുന്നത് അല്ലേ. ഈ ബിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പ്ലസ് ആണ് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സിയിൽ എന്താണ് പ്ലസും മൈനസും ഉണ്ട്. ഇവിടെയും പ്ലസും മൈനസ്. ഇത് കറക്റ്റായിട്ട് രീതിയിൽ തന്നെയാണല്ലേ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വൈദ്യുതി ലഭിക്കുക കൂടുതൽ ബാറ്ററി വെച്ചിട്ടുള്ള എലിമെൻ്റ്, അതായത് സിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഈ 2 ഉപകരണങ്ങൾ നമ്മളിപ്പോൾ കണ്ട് നോക്കി ഇവിടെ പിക്ചറിൽ ക്ലോക്ക് നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോൺ നൽകിയിട്ടുണ്ട് അല്ലേ. ഈ 2 ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? ബാറ്ററിയിൽ നിന്നാണ് അല്ലേ. ബാറ്ററിയിൽ നിന്നാണ് നമുക്ക് ഈ 2 ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്. ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? എന്താണ് വ്യത്യാസം? ക്ലോക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സെല്ലിലെ ചാർജ് തീർന്നാൽ പിന്നെ ആ സെല്ല് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് ആ ബാറ്ററി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് പുതിയതായിട്ട് വീണ്ടും വാങ്ങിക്കേണ്ടതായിട്ട് വരും. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയിൽ ചാർജ് കുറയുമ്പോൾ നമുക്കത് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ക്ലോക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെല്ലിലെ ചാർജ് തീർന്നാൽ പിന്നെ നമുക്ക് ആ സെല്ല് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീചാർജ് ചെയ്തിട്ടില്ലേ നമുക്ക് വീണ്ടും ചാർജ് ചെയ്തിട്ട് നമുക്ക് ആ ബാറ്ററി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി സെല്ലുകൾ എന്ന് പറയുന്നത് റീചാർജ് ചെയ്യാൻ കഴിയുന്നവയുമുണ്ട് കഴിയാത്തവയുമുണ്ട്. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ എന്തായാലും പുതിയതായിട്ട് വാങ്ങിക്കും അല്ലേ. എന്നാൽ മൊബൈൽ ഫോണിൽ ചാർജ് തീർന്ന് നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചാർജ് കയറ്റും അല്ലേ. അതുപോലെ ക്ലോക്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവർ റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തതുമായ സെല്ലുകൾ നമ്മുടെ വീട്ടിലുണ്ടല്ലേ. അത് ഏതൊക്കെയായിരിക്കും? മൊബൈൽ ഫോണ്, എമർജൻസി ലാമ്പ്, ലാപ്ടോപ്പ്, പവർ ബാങ്ക്, ക്യാമറ, സ്മാർട്ട് വാച്ചൊക്കെ എന്താണ് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നവയാണ് അല്ലേ. നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നവയാണ് മൊബൈൽ ഫോണ്, എമർജൻസി ലാമ്പ്, ലാപ്ടോപ്പ്, പവർ ബാങ്ക്, ശ്രവണ സഹായികൾ, ക്യാമറകൾ, സ്മാർട്ട് വാച്ചുകളൊക്കെ. എന്നാൽ നമുക്ക് റീചാർജ് ചെയ്യാനാവാത്ത സെല്ലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ക്ലോക്കിലുള്ള സെല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്, കളിപ്പാട്ടങ്ങൾ, അലാറാം ക്ലോക്ക്, റിമോട്ട് കൺട്രോൾ, വാച്ച് എന്നിവയൊക്കെ എന്താണ് നമുക്ക് റീചാർജ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത സെല്ലുകളാണ്. ഫ്ലാഷ് ലൈറ്റ്, കളിപ്പാട്ടങ്ങളിൽ, അതുപോലെ തന്നെ അലാറാം ക്ലോക്കുകളിൽ, റിമോട്ട് കൺട്രോളിൽ, വാച്ചുകളിലൊക്കെ ബാറ്ററീസ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നവയില്ല അല്ലേ. ഇനി വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. ഒരു തരം മരക്കറ ഉറച്ചുണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. അപ്പോൾ ഒരു മരക്കറയിൽ നിന്നാണ് അല്ലേ നമുക്ക് ഊർജ്ജം, വൈദ്യുതിയെക്കുറിച്ചിട്ടുള്ള ഒരു ഇത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. വെളിച്ചം ലഭിക്കാൻ വൈദ്യുതി ബൾബുകളാണ് നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പലതരം ബൾബുകളുണ്ടല്ലോ. ഏതൊക്കെ ബൾബുകൾ അറിയാം? LEDs ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പലതരം ബൾബുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ. എമർജൻസിയിൽ നമ്മൾ ഏത് ബൾബുകളാണ് ഉപയോഗിക്കുന്നത്? LED ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? LEDയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ LED എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നുണ്ട്. കൂടുതലായിട്ട് എന്താണ്? LED ബൾബുകളാണ് ഊർജ്ജ ലാഭത്തിന് സഹായിക്കുന്നത്. LED ബൾബുകളാണ്. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFLന് കുറഞ്ഞ ഊർജ്ജം മതി. സമീപകാലം വരെ CFL വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായിട്ട് ഉപയോഗിക്കുന്നില്ല. CFLനേക്കാളും കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. അത് കാരണമാണ് CFLനേക്കാളും കൂടുതൽ ഇപ്പോൾ LED ഉപയോഗിക്കുന്നത് അല്ലേ. അതായത് LEDയും CFLൊക്കെ നന്നായിട്ട് ഊർജ്ജം കുറയുന്നവയാണ്. എന്നാൽ CFLനേക്കാളും കുറച്ചും കൂടി ഊർജ്ജം കുറഞ്ഞിട്ടുള്ളത് LED ആയി. കാരണം നമ്മളിപ്പോൾ LEDs ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നോക്കി ഇവിടെ ഫിലമെൻറ്റ് ബൾബുകൾ, പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവ നമുക്ക് നോക്കി ഫിലമെൻറ്റ് ബൾബ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് അല്ലേ CFL നൽകിയിട്ടുണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡും നൽകിയിട്ടുണ്ട്. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്.
LED മൊഡ്യൂൾ എന്ന് വെച്ചാൽ എന്താണ്? കുറേ LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തെയാണ് എന്ന് പറയുന്നത് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രാപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തെയാണ് എന്ന് പറയുന്നത് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൈദ്യുത സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണത്തെയാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവയൊക്കെ ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണത്തെയാണ് എന്ന് പറയുന്നത് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി ഒരു 3 പിക്ചർ നൽകിയിട്ടുണ്ട്. സർക്യൂട്ട് 1ഉം സർക്യൂട്ട് 2ഉം സർക്യൂട്ട് 3 എന്ന് പറയുന്ന മൂന്ന് സർക്യൂട്ടുകൾ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 സർക്യൂട്ട് നോക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് പ്രകാശിക്കുന്നവ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ഈ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കുമോ എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടോ? ഇവിടെ നോക്കിയേ. ഇവിടെ നമുക്ക് സർക്യൂട്ട് 1ലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻകംപ്ലീറ്റ് ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സർക്യൂട്ട് 2ലും ഇൻകംപ്ലീറ്റ് ആണല്ലോ, സർക്യൂട്ട് 3ലും ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 3 സർക്യൂട്ടുകളിലും ബൾബ് പ്രകാശിക്കുന്നില്ല. അതെന്താണ്? സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിന് തുറന്ന സർക്യൂട്ട് എന്നാണ് പറയുന്നത്. സർക്യൂട്ട് അത് പൂർത്തിയായിട്ടില്ല. സർക്യൂട്ട് പൂർത്തിയാവാത്ത കാരണം അതിനെ തുറന്ന സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുക. ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമാണെങ്കിൽ, ഇത് അടഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുള്ളൂ? ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ എന്താണ് അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ട് എന്ന് വെച്ചാൽ? ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് ഇത് പൂർത്തിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയും. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ തുറന്ന സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണം പ്രവർത്തിക്കൂ എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പിക്ചർ തരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇതിപ്പോൾ 2 പിക്ചർ നൽകിയിട്ട് ഇത് പ്രകാശിക്കുമോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്കവിടെ അറിയണം അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ എന്ന് അറിയണം. അപ്പോൾ അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. നോക്കിയേ ചുവടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സർക്യൂട്ട് 1ഉം സർക്യൂട്ട് 2ഉം നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ സർക്യൂട്ടിൽ ഒന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്? തുറന്ന സർക്യൂട്ടാണ്, ഓപ്പൺ സർക്യൂട്ടാണ്. കാരണം എന്താണ്? ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ. എന്നാൽ സർക്യൂട്ട് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ ബൾബ് പ്രകാശിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഇത് അടഞ്ഞ സർക്യൂട്ടാണ്, എല്ലാതും ക്ലോസ്ഡ് ആണല്ലോ, ഇവിടെ ഒന്നും വിട്ടിട്ടില്ല. അപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആയ കാരണം നമുക്കിതെന്ന് പറയാം ഈ സർക്യൂട്ട് 2ലാണ് ബൾബ് പ്രകാശിക്കുന്നത്, അടഞ്ഞ സർക്യൂട്ടിലാണ് ബൾബ് പ്രകാശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നാണോ വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അടഞ്ഞതാണ് വേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ? ആവശ്യമുള്ളപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണല്ലേ. തുറന്നതാണോ അതുപോലെ തന്നെ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണം നമ്മൾ ക്ലോസ്ഡ് ആക്കുന്നതും ഓപ്പൺ ആക്കുന്നതും സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. ഇനി നോക്കി ബൾബ് പ്രകാശിപ്പിക്കുവാനും ഓഫ് ആക്കാനും എന്ത് മാർഗ്ഗമാണ് നമ്മൾ കണ്ടെത്തിയത്? സ്വിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ നോക്കി ഒരു ബാറ്ററി ഉണ്ട്, ഈ ബൾബും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഒരു സ്വിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ് സ്വിച്ച് എന്ന് വെച്ചാൽ? ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണത്തെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടയും. അപ്പം എന്ത് സംഭവിക്കും? ഫാൻ കറങ്ങും അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കും. അതെല്ലാം സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകും. അപ്പം നമ്മൾ പറഞ്ഞു അടഞ്ഞതായാൽ മാത്രമാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതായത് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സർക്യൂട്ട് അടഞ്ഞതായിരിക്കണം. അടഞ്ഞതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യില്ലേ. നമ്മൾ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് ക്ലോസ്ഡ് ആയിട്ട് മാറുള്ളൂ. ഇനി നോക്കി വിവിധ തരം സ്വിച്ചുകൾ നമുക്കറിയാവുന്നതാണ് അല്ലേ. സാധാരണ സ്വിച്ച് ഉണ്ട്, 2 വേ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ബെൽ സ്വിച്ച് ഉണ്ട്, പിന്നെ എന്താണ് പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിങ് സ്വിച്ച്, അതുപോലെ തന്നെ എന്താണ് മെയിൻ സ്വിച്ച് എന്നൊക്കെ പറയുന്ന പലതരം സ്വിച്ചുകളുണ്ട് അല്ലേ. സാധാരണ സ്വിച്ച്, 2 വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിങ് സ്വിച്ച്, മെയിൻ സ്വിച്ച് എന്നിവയുണ്ട്. ഇനി ഒഴുകുന്ന വൈദ്യുതി. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. ബാറ്ററിയിൽ നിന്നും വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയായിരിക്കും?
അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അടഞ്ഞ സർക്യൂട്ട് ആവാണ് അല്ലേ. അത് അടഞ്ഞ സർക്യൂട്ട് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, വൈദ്യുതി ഈ ബാറ്ററിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വൈദ്യുതി ബാറ്ററിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ വൈദ്യുതി ബാറ്ററിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവം വേണമല്ലോ. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്, എന്താണ് വേണ്ടതെന്നുള്ളത് കേട്ടോ. എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി വിടുമോ, ഏതിലൂടെയാണ് ഇത് പോകുന്നുണ്ടായിരിക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കി, അതിനായിട്ട് കുറച്ച് സാമഗ്രികൾ നൽകിയിട്ടുണ്ട്. സേഫ്റ്റി പിന്ന്, മരക്കഷ്ണം, കടലാസ് എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിൽ കൂടെയൊക്കെ വൈദ്യുതി കടന്നു പോകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, കടലാസിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വൈദ്യുതി കടത്തിവിടുന്നില്ല. സേഫ്റ്റി പിന്നാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തിവിടും. മരക്കഷ്ണമാണെങ്കിലോ കടത്തിവിടില്ല, അതായത് ബൾബ് പ്രകാശിക്കില്ല. സ്റ്റീൽ സ്കെയിലാണെന്നുണ്ടെങ്കിലോ വൈദ്യുതി പ്രകാശിക്കില്ല. സ്റ്റീലാണല്ലേ, എൽ ഇ ഡി പ്രകാശിക്കും. കരിക്കട്ടയാണെന്നുണ്ടെങ്കിലോ വൈദ്യുതി കടത്തി വിടുന്നുണ്ട്. പെൻസിൽ ഗ്രാഫൈറ്റ് ആണെങ്കിലും വൈദ്യുതി കടത്തിവിടാം. പ്ലാസ്റ്റിക് വളയിൽ കടത്തിവിടില്ല. ലോഹവളയിൽ എന്ത് ചെയ്യും, ലോഹവളയിൽ വൈദ്യുതി കടത്തിവിടാം. നനഞ്ഞ കടലാസിൽ കടത്തിവിടോ, ഇല്ല അല്ലേ. നനഞ്ഞ കടലാസിൽ വൈദ്യുതി കടത്തിവിടുണ്ടോ, നനഞ്ഞ കടലാസിൽ വൈദ്യുതി കടത്തിവിടാം. ചെമ്പ് കമ്പിയിലും അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിടും. അപ്പം നമ്മൾ എന്തിലൊക്കെയാണ് പറയുന്നത്, സേഫ്റ്റി പിൻ പറഞ്ഞു. അതുപോലെ തന്നെ പെൻസിൽ ഗ്രാഫൈറ്റ്, സേഫ്റ്റി പിന്ന്, സ്റ്റീൽ സ്കെയിലൊക്കെ എന്താണ് വൈദ്യുതി കടത്തിവിടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് LED പ്രകാശിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, വൈദ്യുതി കടത്തിവിടുന്നതായിരിക്കും അല്ലേ. നനഞ്ഞ കൈക്കൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുതെന്ന് പറയുന്നതിനുള്ള കാരണം എന്തായിരിക്കും, നനഞ്ഞ കൈക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നനഞ്ഞ കടലാസിൽ കൂടി വൈദ്യുതി കടത്തിവിടുന്നുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്താണ്, വൈദ്യുതി നല്ല ചാലകമാണ് ഈ ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലം എന്ന് പറയുന്നത് വൈദ്യുതി നല്ല ചാലകമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതാഘാതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാലാണ് ഈ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നനഞ്ഞ കടലാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ കൈ ആണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തിവിട്ട് നമുക്ക് പെട്ടെന്ന് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് പറയുന്നത് സ്വിച്ച് ഇടരുതെന്ന് അല്ലേ. നമുക്ക് ചാലകങ്ങളും ഇൻസുലേറ്ററുകളും പഠിക്കാം. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ചാലകങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ചാലകങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണെന്ന് പറയുന്നത് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവയൊക്കെ എന്താണ്, വൈദ്യുത ചാലകങ്ങളാണ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി എന്നിവയൊക്കെ എന്താണ്, ഇൻസുലേറ്ററുകളാണ്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം എന്നിവയൊക്കെ എന്താണ്, വൈദ്യുത ചാലകമാണ്. ജലം എന്ന് പറയുന്നത് ഒരു വൈദ്യുത ചാലകമാണ് കേട്ടോ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം എന്നിവയൊക്കെ എന്താണ്, വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണിയൊന്നും ഇൻസുലേറ്ററുകളാണ്. നമുക്കറിയാം വൈദ്യുതി കടത്തിവിടാത്തതാണല്ലേ. ഇരുമ്പ്, സ്വർണം, ചെമ്പ് പഠിച്ചിരിക്കാട്ടെ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം. ഓക്കെ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കുന്നുണ്ടോ, ഉണ്ടോ, ഇല്ല അല്ലേ. വൈദ്യുതി ഉപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു വയറാണെന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, ഈ വയറിൻ്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഒരു ചാലക കമ്പി ഉണ്ടായിരിക്കുക. അതായത് ഒരു ചെമ്പ് കൊണ്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പി അല്ലെങ്കിൽ ചാലക കമ്പി ഉണ്ടായിരിക്കുന്നത് എന്തായിരിക്കും, ഈ വയറിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് എന്താണ് പറയുന്നത്, നാം തൊടുത്ത ഭാഗങ്ങളിലൊക്കെ ഇൻസുലേറ്റർ, ഇത് വൈദ്യുതി കടത്തിവിടാത്തതാണല്ലോ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും നാം തൊടുന്ന ഭാഗങ്ങളിലൊക്കെ. അത് കാരണമാണ് വൈദ്യുതി നമുക്ക് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ തൊട്ടാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവാത്ത. വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ചാലകങ്ങളും ഇൻസുലേറ്ററുകളും നമ്മൾ പറഞ്ഞു. ധാരാളം സന്ദർഭങ്ങളുണ്ട് നമ്മൾ ചാലകങ്ങളും ഇൻസുലേറ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലമൊക്കെ വൈദ്യുതി ചാലകങ്ങളാണെന്ന് പറഞ്ഞു. ഇൻസുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഉണങ്ങിയ മരക്കഷ്ണമൊക്കെയാണ് അല്ലേ. ഇന്ന് നോക്കി, ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭം. ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പ് കമ്പിയിൽ നിന്നാണ് ചാലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചാലകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ചാലകം എന്ന് വെച്ചാൽ എന്താണ്, വൈദ്യുതി കടത്തിവിടുന്നത്. അതായത് ചെമ്പിൽ നമുക്കറിയാം വൈദ്യുതി കടത്തിവിടുന്നുണ്ട് അല്ലേ. ഇതിനെ പൊതിയാനായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കും. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടോ, ഇല്ലല്ലോ. അതൊരു ഇൻസുലേറ്ററാണ്. വൈദ്യുതി കടത്തിവിടാത്തതിന് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്ററുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ചാലകങ്ങളും ഇൻസുലേറ്ററും നമ്മളൊരു വൈദ്യുതി സർക്യൂട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ചാലകങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ചെമ്പ് കമ്പി എന്നുണ്ടെങ്കിൽ അതിനെ പൊതിഞ്ഞിട്ടായിട്ട് നമ്മൾ എന്താണ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇൻസുലേറ്ററുകൾ എന്നാണ് പറയുന്നത്.
ഇനി ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോവേണ്ട ഭാഗം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് അല്ലേ, ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. ചാലകം ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് ലോഹങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്വിച്ചിൽ നാം ഉപയോഗിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, പ്ലാസ്റ്റിക് കൊണ്ട് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടൊക്കെ പൊതിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, ചാലകം ഉപയോഗിക്കുന്നത് നമ്മൾ ഫ്യൂസ് കമ്പികൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെമ്പ് കമ്പികൾ ഉപയോഗിക്കുന്നുണ്ട്, ലോഹങ്ങൾ കൊണ്ടൊക്കെ എന്ത് നിർമ്മിക്കുന്നുണ്ട്, ഇതിനാവശ്യമായ ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതും ഡീറ്റെയിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കിയൊരു സന്ദർഭം നൽകിയിട്ടുണ്ടല്ലോ, നമുക്കിവിടെ ഒരു സാമഗ്രികൾ ഇരുമ്പാണി, ചെമ്പ് കമ്പി, വെള്ളി ആഭരണം എന്നിവയൊക്കെ നൽകിയിട്ട് എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നവയാണ് ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെഗ്നീഷ്യം, ടിൻ ഷീറ്റ് എന്നിവയ്ക്കുന്ന ലോഹങ്ങളൊക്കെയാണ് അല്ലേ, ലോഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എന്താണ്, അവിടെ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്, എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. ഈ വസ്തുക്കൾക്ക് പൊതുവായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ ലോഹങ്ങളാണ്, ഇവയൊക്കെ എന്താണ്, ലോഹങ്ങളാണ്. ലോഹങ്ങളൊക്കെ എന്താണ്, വൈദ്യുത ചാലകങ്ങളാണ്. ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോവാൻ നാം ഏത് ലോഹമാണ് നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ലൈൻസിലൂടെ കടന്നു പോകാനായിട്ട് നാം എന്താണ് ഉപയോഗിക്കുന്നത്? അലുമിനിയാണല്ലേ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ലൈൻസിലൂടെ കടന്നു പോകുവാനായിട്ട് അലുമിനിയാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ലൈനിൽ നമ്മൾ എന്താണ്, ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നില്ല അല്ലേ. ഇലക്ട്രിക് ലൈനിൽ നമ്മൾ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും? ഇലക്ട്രിക് ലൈനിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് ലൈനിൽ അലുമിനിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കണം ഇലക്ട്രിക് ലൈനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാത്തത്, ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെമ്പിന് അലുമിനിയത്തേക്കാളും വില കൂടുതലാണ്. ചെമ്പിന് എന്താണ്, അലുമിനിയത്തേക്കാളും വില കൂടുതലാണ്. അത് മാത്രമല്ല, ചെമ്പെന്ന് പറയുന്നത് അലുമിനിയത്തേക്കാളും സാന്ദ്രതയും ഭാരവും കൂടുതലാണ് കേട്ടോ. ചെമ്പിന് അലുമിനിയത്തേക്കാളും സാന്ദ്രതയും ഭാരം കൂടുതലാണ്. അതുപോലെ തന്നെ വായു, ഈർപ്പം എന്നിവ ചേരുമ്പോൾ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചെമ്പ് പെട്ടെന്ന് നാശമാവും അല്ലേ, ചെമ്പ് പെട്ടെന്ന് നാശത്തിന് വിധേയമാകും. ഈ കാരണങ്ങളാൽ ഇലക്ട്രിക് ലൈനുകൾക്ക് ചെമ്പ് കമ്പി ഉപയോഗിക്കാറില്ല. അത് കാരണം വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള അലുമിനിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ലോഹങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് ലോഹങ്ങൾ പറഞ്ഞില്ലേ വൈദ്യുതി കടത്തി വിടുന്നുണ്ട്. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. തിളക്കമുണ്ട്, കടുപ്പുണ്ട്, ബലമുണ്ട്. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങി അനേക ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ എന്താണ്, ഖരാവസ്ഥയിലാണ്. സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഈ ലോഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി രസം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം മെർക്കുറി ഒന്നൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ബാക്കിയുള്ള ലോഹങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്, ഖരാവസ്ഥയിലാണെന്ന് പറഞ്ഞു. എന്നാൽ മെർക്കുറി എന്താണ്, ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതി ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്രശിലായുഗത്തിലെത്തിയപ്പോൾ ഉപകരണങ്ങളും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക് വയറിനുള്ളിൽ ലോഹക്കമ്പികൾ, നമ്മൾ പറഞ്ഞു ലോഹക്കമ്പിയെ നമ്മൾ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇൻസുലേഷനൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ടാവും, ചെമ്പ് കമ്പികൾ കാണുന്നതിനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ലൈനിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ചെമ്പ് കമ്പി എന്നാണ് ഉപയോഗിക്കാത്തതിന് റീസൺ പറഞ്ഞില്ലേ, കാരണം അലുമിനിയത്തിനാണ്. ചെമ്പ് കമ്പിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കുറവും ഭാരം കുറവും ബാക്കിയുള്ള എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയാണ് ബെറ്റർ. അത് കാരണമാണ് അലുമിനിയം കൂടുതലായിട്ട് ഇലക്ട്രിക് ലൈൻസിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സർക്യൂട്ടുകൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയൊക്കെ ഇവിടെ നമുക്ക് സർക്യൂട്ട് നൽകിയിട്ടുണ്ട്. ബോർഡിൻ്റെ അടിവശം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ബോർഡിൻ്റെ മുകൾ ഭാഗവും നൽകിയിട്ടുണ്ട് അല്ലേ. മിനി മോട്ടർ, LED മൊഡ്യൂൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് വ്യത്യസ്ത സർക്യൂട്ടുകൾ തയ്യാറാക്കിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഓരോ സർക്യൂട്ടുകൾ തയ്യാറാക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വയർ മുറിക്കുവാനും ഇൻസുലേഷൻ കളയാനൊക്കെ നമ്മൾ വൈദ്യുതി പ്രവാഹം പരിശോധിക്കുവാനായിട്ട് നമ്മുടെ വീട്ടിൽ കുറേ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. കട്ടിംഗ് പെയർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, സ്ട്രിപ്പർ ഉപയോഗിക്കുന്നുണ്ട്. കട്ടിംഗ് പെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വയർ മുറിക്കുന്നതിനായിട്ടാണ് കട്ടിംഗ് പെയർ ഉപയോഗിക്കുന്നത്. സ്ട്രിപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻസുലേഷൻ കളയാനാണ് അല്ലേ. നമ്മൾ പിടിച്ചത് വലിച്ചിങ്ങനെ ഇൻസുലേഷൻ അതിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ നമുക്ക് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. ഇനി സ്ക്രൂ ഡ്രൈവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രൂകൾ മുറിക്കുവാനും അഴിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ടെസ്റ്റർ ആണെങ്കിലോ വൈദ്യുതി പ്രവാഹം പരിശോധിക്കുന്നതിനായിട്ടാണ് ടെസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇനി നോക്കി ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്.
ഓരോ ഗ്രൂപ്പും എത്ര സർക്യൂട്ടുകൾ തയ്യാറാക്കി എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ചാലക കമ്പിയുടെ ചിത്രം നോക്കി നോക്കിയേ. ചാലക കമ്പി എന്ന് പറയുന്നത് ഇതാ ചാലക കമ്പിയാണ്. ഇതിന് ചിഹ്നം നൽകിയിരിക്കുന്നത് കണ്ടോ. സ്വിച്ച് ഓഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, ഇത് നമുക്കറിയാം. സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സിമ്പിൾ ഒന്ന് പഠിച്ചിരിക്കുക. സ്വിച്ച് ഓഫ് ആണെങ്കിൽ തുറന്ന സർക്യൂട്ട് ആയിരിക്കും അല്ലേ. തുറന്നതാണ് നമ്മൾ പറഞ്ഞു. സ്വിച്ച് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തിവിടില്ല, അതായത് അവിടെ തുറന്ന സർക്യൂട്ടാണ്. വൈദ്യുതി കടത്തി വിടുന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കണം, സ്വിച്ച് ഓൺ ആയിരിക്കണം. സെല്ല് നൽകിയിട്ടുണ്ടല്ലോ. സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ് അല്ല ഉണ്ടായിരിക്കാം. എന്നാൽ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിലധികം ഉണ്ടായിരിക്കും. ഇനി പ്രകാശിക്കാത്ത ബൾബാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ജസ്റ്റ് ഇട്ടിട്ടായിരിക്കും. പ്രകാശിക്കുന്ന ബൾബാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഇങ്ങനെ കുറച്ച് വരകൾ വരച്ചിട്ടായി പ്രകാശിക്കുന്ന ബൾബ് മനസ്സിലാക്കുക അല്ലേ. പിന്നെ എന്താണ്, ബസർ നൽകിയിട്ടുണ്ട്, മിനി മോട്ടറിൻ്റെ ചിഹ്നം, അതുപോലെ തന്നെ LED ചിഹ്നമൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി നോക്കി ഇവിടെ സർക്യൂട്ട് നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ. രണ്ട് സർക്യൂട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ നോക്കി നോക്കിയേ. ഫസ്റ്റത്തേൽ നമുക്കിവിടെ പ്രകാശിക്കുന്നില്ല, രണ്ടാമത്തേൽ എന്താണ്, ബൾബ് പ്രകാശിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു സെല്ലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഒരു സെല്ല് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കിയേ, ഇതെന്ന് പറയുന്നത് അടഞ്ഞതാണ്, തുറന്നതാണ് അല്ലേ. തുറന്നതായ കാരണമാണ് അവിടെ എന്ത് സംഭവിക്കാത്തത്, ബൾബ് പ്രകാശിക്കാത്തത്. ഇവിടെ നമുക്ക് അടഞ്ഞതായ കാരണമാണ് ബൾബ് പ്രകാശിച്ചത്. പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ എന്താണ്, തുറന്ന സർക്യൂട്ടാണോ, രണ്ടാമത് അടഞ്ഞ സർക്യൂട്ടാണോ മനസ്സിലായി. ഇനി സർക്യൂട്ടിൽ നിന്ന് ഉപകരണത്തിലേക്ക് നമുക്ക് നോക്കിയാൽ എമർജൻസി ലാമ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ബാറ്ററി LED മൊഡ്യൂൾസ് ഒക്കെ ആവശ്യമുണ്ട്. അത് എങ്ങനെ ബന്ധിപ്പിക്കണേന്നൊക്കെ നമുക്ക് പിക്ചറിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഇനി ഗാർഹിക വൈദ്യുതി എമർജൻസി ലാമ്പ് നിർമ്മിക്കുവാൻ 9 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ബാറ്ററിയുമായി ബന്ധിപ്പിച്ച വയർ സ്പർശിച്ചു പോയാൽ ഷോക്ക് ഏൽക്കോ. നമ്മൾ ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്നുപോയാൽ ഷോക്ക് അടിക്കുമല്ലേ. എന്താണ് പറയുന്നത്, വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോകാൻ ഷോക്ക് അടിക്കില്ലേ, വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ആണെന്നുണ്ടെങ്കിൽ. കാരണം എന്താണ്, നമ്മുടെ വീട്ടിൽ 230 വോൾട്ട് വൈദ്യുതിയാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ 230 വോൾട്ടാണ്, അതായത് കൂടുതൽ വോൾട്ടാണ് വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. കാരണമാണ് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നതിനുള്ള കാരണം പറയുന്നത്. നോക്കിക്കേ, എന്താണ് വൈദ്യുത ഷോക്ക് എന്ന് വെച്ചാൽ, ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം എന്താണ്, ഒരു വൈദ്യുത ചാലകമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ജലം എന്ന് പറയുന്ന ഒരു വൈദ്യുത ചാലകമാണ്. നമ്മുടെ ശരീരത്തിലും എന്തുണ്ട്, വെള്ളമുണ്ട്. അത് കാരണമാണ് അത് പറയുന്നത് വൈദ്യുത ചാലകം എന്ന് പറയുന്നത്. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നത്. കാരണം എന്താണ്, നമ്മുടെ കോശങ്ങളിൽ വെള്ളമുണ്ട് അല്ലേ. ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു നല്ല വൈദ്യുത ചാലകമാണ്, ഇത് നന്നായി കടത്തിവിടുന്നുണ്ട്. അതാണ് നമ്മൾ തൊടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഷോക്ക് ഏൽക്കുന്നത് അല്ലേ. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായിട്ട് പൊള്ളലേൽപ്പിക്കും. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ്. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം എന്താണ്, ഹൃദയാഘാതമായിരിക്കും. ഇവിടെ നോക്കിയേ, ഷോക്ക് അടിക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കാൻ. ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഷോക്ക് അടിക്കും ഇല്ല അല്ലേ. അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരുമ്പോൾ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ എന്താണ്, സ്വിച്ച് ഓൺ ചെയ്ത ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ, വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്ന എന്താണ്, ഷോക്ക് അടിക്കാത്തതാണ് അല്ലേ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അഴിച്ചിട്ട് ഷോക്ക് അടിക്കില്ല. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കും. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റിയാലോ ഷോക്ക് അടിക്കും. ഗുണനിലവാരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഷോക്ക് അടിക്കില്ല അല്ലേ. അപ്പോൾ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ. മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതിനാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതായത് മേഘങ്ങൾ തമ്മിൽ മേഘം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അടുത്ത മേഘവുമായി കണക്ട് ചെയ്യുമ്പോൾ ഇത് ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെയാണ് മിന്നൽ ഉണ്ടാകുന്നത്. ഇനി ഷോക്ക് ഏറ്റാൽ എന്ത് ചെയ്യണം. ഷോക്ക് ഏറ്റ് കിടന്ന ഒരാൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തൊടാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ഷോക്ക് ഏൽക്കില്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യുക. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്താൻ ഹൃദയം പ്രവർത്തിക്കുന്നവരെ ഇത് ചെയ്യുക. സ്വയം
സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമാശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തി ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇനി എന്താണ് ജനറേറ്റർ എന്ന് വെച്ചാൽ, മേളകളോ PTA പൊതുയോഗങ്ങളോ നടക്കുമ്പോൾ സ്കൂളിൽ എന്താണ് ജനറേറ്റർ കൊണ്ടുവരാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്? ജനറേറ്റർ പ്രവർത്തിക്കാൻ എന്തൊക്കെ ഇന്ധനം ആവശ്യമുണ്ടെന്ന് നോക്കിയേ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത്. ജനറേറ്ററിൽ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായിട്ടും മാറുന്നു. അപ്പം ജനറേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? ജനറേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? രാസോർജ്ജം എന്തായിട്ട് മാറും? രാസോർജ്ജം ആദ്യം എന്തായിട്ട് മാറുന്നുണ്ട്? യാന്ത്രികോർജ്ജമായി മാറും. എന്നിട്ട് അത് വൈദ്യുതോർജ്ജമായിട്ട് മാറാണ് ജനറേറ്ററിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണോ. രാസോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് പിന്നീട് വൈദ്യുതോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇനി ജലവൈദ്യുത നിലയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ. എന്താണ്? ഉയരമുള്ള പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടില്ലേ? നമ്മൾ എങ്ങനെയാണ് ഈ കമ്പികളിലൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പോൾ ജലവൈദ്യുത നിലയങ്ങളിൽ വലിയ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ പ്രധാനമായിട്ടും വീടുകളിൽ ഉപയോഗിക്കേണ്ട. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് അല്ലേ. അപ്പോൾ ഈ ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അണക്കെട്ടി ഉയർത്തി നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് നമുക്ക് ആദ്യം തന്നെ എന്താണ്, ഇവിടെ നമുക്ക് വെള്ളം ഇങ്ങനെ എന്തുണ്ടായിരിക്കും? അണക്കെട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ വെള്ളം ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടർബൈൻ കറങ്ങും അല്ലേ. ഈ ടർബൈൻ കറങ്ങും. അപ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കും. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിക്കും? വെള്ളം പൈപ്പിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് ജനറേറ്ററുമായി പ്രവർത്തിപ്പിച്ച ഈ ടർബൈൻ എന്ന് പറയുന്നതിലേക്ക് വീഴും. അപ്പോൾ ഈ ടർബൈൻ ഇങ്ങനെ തിരിയും. ടർബൈൻ തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? ജനറേറ്റർ പ്രവർത്തിക്കും. അങ്ങനെയാണ് അവിടെ വൈദ്യുതി ഉണ്ടാകുന്നത്. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈൻസിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്താ പറഞ്ഞത്? അണക്കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളമുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്ന ഒരു പൈപ്പിലൂടെ പോകും, ടർബൈനിൽ കറങ്ങും. ടർബൈൻ ഇങ്ങനെ കറങ്ങി ജനറേറ്റർ പ്രവർത്തിക്കും. അങ്ങനെ വൈദ്യുതി ഉണ്ടാകും. ഈ വൈദ്യുതി എന്ന് പറയുന്നത് പല ഇലക്ട്രിക് ലൈൻസിലൂടെയാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയങ്ങളാണ് കേട്ടോ. ഇടുക്കിയിലെ ജലവൈദ്യുത നിലയങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിലേക്ക് എത്തുന്ന കൂടുതൽ വൈദ്യുതി എന്ന് പറയുന്നതും എന്താണ്? ഇടുക്കിയിലെ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ്. ഇനി വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള മറ്റ് സാധ്യതകൾ ഏതൊക്കെയാണ്? താപവൈദ്യുത നിലയം, ആണവോർജ്ജ നിലയം, അതുപോലെ കാറ്റാടിപ്പാടം എന്നിവയ്ക്ക് എന്താണ്? വൈദ്യുത നിലയങ്ങളാണ് അല്ലേ. ജലവൈദ്യുത നിലയം, താപവൈദ്യുത നിലയം, ആണവോർജ്ജ നിലയം, കാറ്റാടിപ്പാടം, സോളാർ പാനലൊക്കെ വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള മറ്റ് സാധ്യതകളാണ്. കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിൻ്റെയും തിരമാലയുടെ ശക്തിയൊക്കെ ഉപയോഗിച്ചും ആണവോർജ്ജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. സോളാർ പാനൽ നൽകിയിട്ടുണ്ട്, ചന്ദ്രയാൻ 3 നൽകിയിട്ടുണ്ട്, സോളാർ കാർ നൽകിയിട്ടുണ്ട് അല്ലേ. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് ഈ സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നാണ് സോളാർ പാനൽ ഉണ്ടാകുന്നത്. അപ്പോൾ സോളാർ പാനലിലാണെങ്കിൽ കുറേ സോളാർ സെല്ലുകളുണ്ട്, അത് കൂടി ചേർന്നിട്ടാണ് സോളാർ പാനൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റിയിട്ടുള്ള സംവിധാനങ്ങളാണ് അല്ലേ. ഭാവിയിൽ വരാവുന്ന ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജ്ജം. ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുവാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ച് വരേണ്ടതുണ്ട്. ഇതിനായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇനി വൈദ്യുതി പാഴാക്കൽ. കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതലായിട്ട് ഇന്ധനം ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലേ. ഇനി നോക്കിയേ, ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ് നമ്മൾ പറഞ്ഞു അല്ലേ. രാസോർജ്ജം എന്ന് പറയുന്നതാണ് ബാറ്ററിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രാസോർജ്ജം എന്തായിട്ട് മാറും? ആദ്യം വൈദ്യുതോർജ്ജമായിട്ട് മാറും, പിന്നീട് പ്രകാശോർജ്ജമായിട്ട് മാറും. രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജമായിട്ട് പിന്നീട് പ്രകാശോർജ്ജമാകും അല്ലേ. തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്? തുറന്ന സർക്യൂട്ട് ഇതാണ്. ഫാൻ കറങ്ങുകയാണെങ്കിൽ എന്താണ്? അടഞ്ഞ സർക്യൂട്ട് ആണെങ്കിൽ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാൻ കറങ്ങുന്നത് എന്തായാലും തുറന്ന സർക്യൂട്ട് ആവില്ല. കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താലും അവിടെ അടഞ്ഞിരിക്കാം അല്ലേ. മിക്സി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിലോ? മിക്സി പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അടഞ്ഞതാണ്. കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതെന്ന് പറയുന്നത് എന്താണ്? തുറന്ന സർക്യൂട്ട് ആയിരിക്കും അല്ലേ. അതായത് അവിടെ വൈദ്യുതി പോകുന്നില്ല. മിക്സി പ്രവർത്തിക്കുന്നു, ബൾബ് പ്രകാശിക്കുന്നു, അതായത് മിക്സി പ്രവർത്തിക്കുക, ഫാൻ കറങ്ങൊക്കെ എന്താണ്? നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇത് വൈദ്യുതി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ. അപ്പം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അടഞ്ഞ സർക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് അവിടെ തുറന്ന സർക്യൂട്ടാണ്.
ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും വരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ